മായാത്ത വേദന. ഹിന്ദു വംശഹത്യ ലക്ഷ്യമിട്ടുള്ള മാറാട് കൂട്ടക്കൊല നടന്നിട്ട് ഇന്ന് 22 വർഷം തികയുകയാണ്. ധീര ബലിദാനികൾക്ക് പുഷ്പാർച്ചന നടത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ അവിടെ നിന്നും കാണുന്നത്. കണ്ട കാകീർണമാണെങ്കിലും വെടിയുകില്ല ഞാനീ വഴിത്താരയെ, അനുഗമിക്കില്ല മറ്റൊരു പാതയെ. പകയുമീർഷയും നഞ്ഞു പുരട്ടിയ പരുഷതയുടെ മുള്ളുകളേൽക്കയാൽ പദയുഗങ്ങൾ ചുടുചോരവാർക്കിലും വെടിയുകില്ല ഞാനീ വഴിത്താരയെ, അനുഗമിക്കില്ല മറ്റൊരു പാതയെ. പതിചിതറി കിടക്കുന്നൊരസ്ഥികൾ പതിയിരിപ്പുണ്ടു മരണമെന്നോദവേ, പതറിടാറുണ്ടു മാനസമെങ്കിലും വെടിയുകില്ല ഞാനീ വഴിത്താരയെ. അതിവിദൂരമാം ചക്രവാളത്തിലും അവിടെയാണെനിക്കെത്തേണ്ടതെങ്കിലും ആയുധജന്മങ്ങളാവശ്യമെങ്കിലും വെടിയുകില്ല ഞാനീ വഴിത്താരയെ, അനുഗമിക്കില്ല മറ്റൊരു പാതയെ. അനുഗമിച്ചവരെന്നെയൊഴിഞ്ഞിടാം, അരുമയായവരെന്നെ വെടിഞ്ഞിടാം, ഒടുവിലേകനായി തീർന്നിടാമെങ്കിലും വെടിയുകില്ല ഞാനീ വഴിത്താരയെ, അനുഗമിക്കില്ല മറ്റൊരു പാതയെ. ഏതുവരേക്കെൻ്റെ നാഡീഞരമ്പുകൾ ഹൃദയരക്തത്തുടിപ്പേറ്റുപാടുമോ, അതുവരേക്കും പ്രളയം വരികിലും വെടിയുകില്ല ഞാനീ വഴിത്താരയെ, അനുഗമിക്കില്ല മറ്റൊരു പാതയെ. കഠിന കണ്ടകാകീർണമാണെങ്കിലും വെടിയുകില്ല ഞാനീ വഴിത്താരയെ, അനുഗമിക്കില്ല മറ്റൊരു പാതയെ. നമ്മുടെ അന്നത്തെ പരിപാടിൻ്റെ അനുസ്മരണ പ്രഭാഷണം നടത്താൻ വേണ്ടി രാകേഷ് ജിയെ ക്ഷണിച്ചുകൊള്ളും. മാന്യ ജില്ലാ സംഘചാലക് ജി, മാന്യ നഗർ സംഘചാലക് ജി, നമ്മുടെ ആര്യ സമാജത്തിൻ്റെ പ്രസിഡന്റ് കരുണാകരേട്ടൻ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിവിധ ക്ഷേത്ര സംഘടനകളുടെ മുതിർന്ന കാര്യകർത്താക്കന്മാരെ, അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നേക്ക് 22 വർഷം മുമ്പ് കേരളത്തിൻ്റെ മനുഷ്യ മനസാക്ഷിയെ പിടിച്ചു ഉലുക്കിയ ഒരു ഭീകരാക്രമണത്തിൻ്റെ
ഓർമ്മ പുതുക്കുന്ന ദിവസമാണ്. ആ ആക്രമണത്തിൽ ഇരയാക്കപ്പെട്ടവർക്കുള്ള ശ്രദ്ധാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും തന്നെ ഇന്ന് രാവിലെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്ന് ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ള സന്ദർഭത്തിൽ സമാനമായ രീതിയിൽ നമ്മുടെ രാജ്യത്തിന് നേരെ ഇവിടെ നടന്നതുപോലെ തന്നെയുള്ള മതം പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ നമ്മുടെ രാഷ്ട്രം മുഴുവൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ നമ്മുടെ മാറാട് അനുസ്മരണ പരിപാടി നടക്കുന്നത്. പലതുകൊണ്ടും മാറാട് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് വിശേഷിച്ച് ഒരു വലിയ പാഠവും പ്രതീക്ഷയുമാണ് എന്ന് പറയാറുണ്ട്. പാഠമെന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദു സമൂഹത്തെ പല തട്ടുകളായി വിഭജിച്ച് അവൻ്റെ ഒരുമിച്ച് ചേരാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കി ജനാധിപത്യ പ്രക്രിയയിൽ തീരുമാനമെടുക്കുന്ന ഭരണനിർവഹണ രംഗത്ത് അതിൻ്റെ ഏഴയലത്ത് പോലും എത്താതിരിക്കുവാനുള്ള കുശാഗ്ര ബുദ്ധി ഐക്യ കേരളം രൂപപ്പെട്ടത് മുതലുള്ള നമ്മൾ കണ്ടുവരുന്നതിൻ്റെ തുടർച്ച, അതിൻ്റെ എല്ലാം തന്നെ ഒരു പരീക്ഷണശാലയായിരുന്നു നമ്മുടെ കേരളം. അത് ഫലപ്രദമായി നടപ്പിലാക്കിയതിൻ്റെ രാഷ്ട്രീയ മേൽക്കോയ്മയുടെ അഹങ്കാരത്തിലാണ് ഹിന്ദു സമൂഹത്തിനു മേലെ ഇത്തരത്തിലുള്ള ഒരു അത്യാചാരം അല്ലെങ്കിൽ ഒരു അതിക്രമം നടത്താൻ ഇവിടുത്തെ മതഭീകരവാദികൾക്ക് പ്രേരണ നൽകിയത്. പക്ഷെ രാഷ്ട്രീയ അധികാരങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും സംഘടിതമായ ഹിന്ദു സമാജം അത്തരം അധികാരങ്ങളൊന്നുമില്ലെങ്കിൽ പോലും അവൻ്റെ ഉള്ളിലുള്ള ഉറച്ച ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും കൊണ്ട് ഈ പ്രതിസന്ധികളെ പരിഹരിക്കുമെന്നുള്ളൊരു വലിയ പാഠവും മാറാട് നമുക്ക് കാട്ടിത്തരികയുണ്ടായി. നമ്മളൊരു ഗണഗീതത്തിൽ പറയുന്നത് പോലെ പോർവിട്ടോടിയതല്ല നമ്മുടെ വീരപുരാതന ചരിതങ്ങൾ, തേരുതെളിച്ചടരാടി നമ്മൾ ദേവർക്കായും യുദ്ധങ്ങൾ. പിറന്ന നാട്ടില് അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി സ്വന്തം ധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാൻ എത്ര തന്നെ രക്തം ഇവിടെ ചൊരിയേണ്ടി വന്നാലും ആ നാട് വിട്ട് ഒരിഞ്ചു പോലും പിന്നോട്ട് പോകില്ല എന്ന ഹിന്ദു സമൂഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ തെളിവാണ് മാറാട് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പക്ഷെ നമ്മൾ ഈ സമയത്ത് കഴിഞ്ഞ 22 വർഷത്തിന് ശേഷവും നമ്മളെ വിട്ടുപിരിഞ്ഞ പ്രിയ സഹോദരന്മാർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചോദ്യചിഹ്നങ്ങളായി, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പഠന വിഷയമാക്കേണ്ടുന്ന നിരവധി കാര്യങ്ങൾ ഇന്ന് നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. 22 വർഷം കഴിഞ്ഞപ്പോൾ 22 വർഷം മുമ്പുണ്ടായിരുന്ന ഭാരതീയ സാഹചര്യമല്ല ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് എന്ന് നമുക്കറിയാൻ സാധിക്കും. പല പല കാരണങ്ങൾ കൊണ്ട് കേരളത്തെക്കാളും കഠിന പരിതസ്ഥിതി അനുഭവിച്ചിരുന്ന സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ ഈ തീവ്രവാദത്തെ എങ്ങനെയാണ് നേരിടുന്നതെന്നും ആ തീവ്രവാദത്തെ നേരിടുവാൻ ഏതെല്ലാം തരത്തിലുള്ള പരിവർത്തനമാണ് സമൂഹത്തിൽ വരുത്തേണ്ടത്, അത് രാഷ്ട്രീയ രംഗത്ത് ഉൾപ്പെടെ ആ മാറ്റങ്ങൾ തങ്ങളുടെ കൂടെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന്
സമൂഹം തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സമ്പൂർണ്ണ ഭാരതത്തിലും കേരളം പോലുള്ള ഏതാനും തുരുത്തുകൾ ഒഴികെ പരിവർത്തനം വന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ വർഷത്തെ മാറാട് അനുസ്മരണം നടത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പഹൽഗാമിലുണ്ടായിട്ടുള്ള ഭീകരാക്രമണത്തിന് ശേഷം നമ്മുടെ ഭാരതത്തിലെമ്പാടും നടന്നിട്ടുള്ള പ്രതികരണങ്ങൾ രണ്ട് തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ, അതുപോലെ തന്നെ മൊത്തം ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ, ഇതെല്ലാം ഒരുപക്ഷെ ഈ മാറാട് നമുക്ക് നേരിട്ടിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നൊന്നും വളരെയേറെ കൂടുതൽ മുന്നോട്ട് പോകുവാൻ നമ്മുടെ കേരളീയ സമൂഹത്തിന് ഇനിയും സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. 2003 നമ്മളായിരുന്നു വിക്ടിംസ്. നമ്മുടെ 8 സഹോദരന്മാരാണ് ഇവിടെ മരണപ്പെട്ടത്. പക്ഷെ ഇരകൾക്കൊപ്പം നിൽക്കാൻ ഏതെല്ലാം പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്. പക്ഷെ വേട്ടക്കാർക്കൊപ്പം പരസ്യമായി നിൽക്കുകയും അവരുടെ സംഘടിത വോട്ട് ബാങ്ക് നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള നാണംകെട്ട രാഷ്ട്രീയ കളികൾ കേരളീയ സമൂഹത്തിൽ സ്ഥിതപ്രജ്ഞരായിട്ടുള്ള നേതാക്കന്മാരുൾപ്പെടെ നടത്തി എന്നുള്ളത് മാറാട് നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന അനുഭവമായിരുന്നു. കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളായിരുന്ന കോൺഗ്രസും CPM എല്ലാം തന്നെ ഔദ്യോഗികമായി എന്ത് നിലപാടാണ് എടുത്തത്? കേരളത്തിൽ മാത്രമല്ല, ഭാരത രാഷ്ട്രീയത്തിൽ തന്നെ അറിയപ്പെടുന്ന മുഖ്യമന്ത്രിമാരായിട്ടുള്ള ശ്രീമാൻ AK ആന്റണി, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി, VS അച്യുതാനന്ദൻ, ഇവരെല്ലാം ഈ വിഷയത്തിൽ എന്ത് നിലപാടുകളാണ് നമ്മളോട് സ്വീകരിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്.